ഇവിടെ അയോധ്യ രാമക്ഷേത്രത്തിൽ 7.5 കോടി രൂപയോളം സ്കാം നടന്നിട്ട് 8ഓളം പേരെ എഫ്ഐആർ ആയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ജൂൺ 24-25 സമയങ്ങളിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ജൂൺ 26-ാം തീയതി മീറ്റു ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് റിപ്പോർട്ടർ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മോഡി ഗവൺമെന്റിന്റെ മിനിസ്ട്രിയിൽ ഉണ്ടാവുന്ന റീഷഫിളിനെ കുറിച്ചിട്ടാണ്. ധർമ്മേന്ദ്ര പ്രധാനും ആ റീഷഫിൾ പ്രകാരം ക്യാബിനറ്റ് വിട്ട് പുറത്തേക്ക് പോകുന്നതായിരുന്നു ആ പോസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് CJP-യുടെ പ്രതിഷേധം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് കാരണമായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തു പോയി എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. BJP-യുടെ കാലത്ത് നടന്ന ഏറ്റവും വലിയ 2 പ്രോട്ടസ്റ്റുകളാണ് ഈ ഫാർമേഴ്സ് പ്രോട്ടസ്റ്റും അത് CA-യുമായി ബന്ധപ്പെട്ട് നടന്ന പ്രോട്ടസ്റ്റ്. ഒരു വർഷത്തോളം ഇത് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പോലും വളരെ നിഷ്പ്രയാസമായിട്ട് എടുത്ത് കളഞ്ഞ ഇവരെ സംബന്ധിച്ചിട്ട് ഈ CJP പ്രോട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു സംഭവമേ അല്ല. നമ്മുടെ രാജ്യം BJP ഭരിച്ചുകൊണ്ടേയിരിക്കും. BJP-യുടെ ഏറ്റവും വലിയ ഐഡിയോളജി എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്നുള്ള കാര്യമാണ്. അവരുടെ ഐഡിയോളജിയിൽ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അത് അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന സ്കാമാണ്. ആ സ്കാം നടക്കുന്നത് കൃത്യം 1 മാസം മുന്നാണ്. ഈ അയോധ്യ സ്കാം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ തുറുപ്പ് ചീട്ടായിരുന്നു. പക്ഷെ അവർക്ക് അത് പ്രയോജനപ്പെടുത്താനേ പറ്റിയിട്ടില്ല. BJP-ക്ക് ഭരണം കിട്ടിയത് തന്നെ ഈ അയോധ്യ രാമക്ഷേത്രം അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് അല്ലെങ്കിൽ RSS നേരിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൽ നിന്ന് 2 ആൾക്കാരെയാണ് ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിൽ അംഗങ്ങളായിരുന്നു. അവർ പോലും ഈ സ്കാമുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് പുറത്തു പോകുന്നു. ഇന്ത്യയുടെ ഭരണം ആര് നിയന്ത്രിക്കണമെന്ന് തീരുമാനിക്കുന്നത് UP ആണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഈ UP-യിൽ അടുത്ത CM ഇലക്ഷൻ ഒരു 4-5 മാസത്തിനകത്ത് വരാൻ പോകുകയാണ്. ഓൾറെഡി തന്നെ 2024 നടന്നിട്ടുള്ള ഇലക്ഷനിൽ 29ഓളം സീറ്റ് BJP-ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഭരണഘടന BJP 3ാമത് വരെയാണെങ്കിൽ ഭരണഘടനയിൽ SC/ST-ക്കുള്ള സംവരണം നഷ്ടപ്പെടുമെന്നുള്ള പേടി കാരണമാണ് പല ആൾക്കാരും SC/ST-യിൽപ്പെട്ട പല ആൾക്കാരും BJP-ക്ക് വോട്ട് ചെയ്യാതെ മാറി നിന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത്രയും വലിയ ഒരു സംഭവം ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്രത്തിൽ നടക്കുന്ന സമയത്ത് ആ ഒരു ശ്രദ്ധ മാറ്റി പിടിക്കുന്നത് BJP-യെ സംബന്ധിച്ച് ഒരു വലിയ സംഭവം തന്നെയാണ്. ഈ സമയത്താണ് നമ്മുടെ CJP-ക്കാർ പ്രൊട്ടസ്റ്റുമായിട്ട് വന്നിരുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് വോട്ടിച്ചിട്ട് തല്ലുന്ന കാഴ്ചകൾ കണ്ടു. രാജ്യം മുഴുവനും കഴിഞ്ഞ 1 മാസം ചർച്ച ചെയ്യപ്പെട്ടത് ഈ പറയുന്ന CJP-യുമായി ബന്ധപ്പെട്ട പ്രോട്ടസ്റ്റും എത്തനോളുമായി ബന്ധപ്പെട്ട പ്രോട്ടസ്റ്റുകളാണ് നടന്നിരുന്നത്. പക്ഷേ BJP-യെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്ന രാമക്ഷേത്രത്തിലെ സ്കാം എന്ന് പറയുന്ന സാധനം ഒറ്റ മനുഷ്യൻ പോലും പിന്നീട് സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലായാലും ന്യൂസിലായാൽ പോലും അവിടെയാണ് കോർപ്പറേറ്റ് രീതിയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ ഏറ്റവും വലിയ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ മിനിസ്ട്രിയിൽ നിന്ന് മാറുമെന്ന് പുറത്തു വന്ന വാർത്തകൾ 1 മാസത്തോളം നീട്ടിപ്പിടിച്ച് അത് CJP-യുടെ പ്രക്ഷോഭം കൊണ്ടിട്ടാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഇന്ന് ഇന്ത്യയിൽ. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് പൊളിറ്റിക്കലിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന അമിത്ഷാ, മോഡി, അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം എന്ന് പറയുന്നത്. ഇവിടെ സമരം ചെയ്ത ആൾക്കാർ അതുപോലെ ജെൻസി എന്ന് പറയുന്നതൊക്കെ അവർക്ക് അവരുടെ എക്സ്പീരിയൻസിന്റെ പകുതിക്ക് പകുതി പ്രായം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.